ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ സാരീസിന്റെ അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മന്ത്ലി ഒരിക്കൽ പ്ലെയിൻ സാരീസിന്റെ അപ്ഡേഷൻ വീഡിയോസ് ഇടാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായി നമ്മൾ പ്ലെയിൻ സാരിയുടെ വീഡിയോ ഇട്ടിട്ട്. ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലെയിൻ സാരീസ് കാണിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ കുറച്ച് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് പ്ലെയിൻ സാരിയിൽ. അതുമെല്ലാം നമുക്ക് കാണാം. ഒത്തിരി നീട്ടാതെ നമുക്ക് ഓരോരോ ഷെയ്ഡ്സ് വെച്ചിട്ട് കാണാം. ഫസ്റ്റ് കോട്ടൺ ചെക്കോട്ടയിൽ നമുക്ക് ഈ ഒരു റെഡ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റെഡ് സാരി ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ റെഡ് എടുത്ത് കാണിച്ചത് ആണ്. റെഡ് നമുക്ക് കോട്ടൺ ചെക്കോട്ടയിലെ റെഡ് വരുന്നത് ഈ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആണ്. നമുക്ക് നേരത്തെ ഒരു മെറൂൺ ഷെയ്ഡ് ഉണ്ടായിരുന്നു, അതിപ്പോൾ നമുക്ക് സ്റ്റോക്കിലില്ല. ഇപ്പോൾ ഈ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഒണിയൻ പിങ്ക് ഷെയ്ഡ്. ഇതിന് ശരിക്കും ഒരു മജന്ത വാടാമല്ലി ഷെയ്ഡ് എന്നൊക്കെ വേണേൽ പറയാം. ആ ഒരു ഷെയ്ഡിൽ വരുന്നൊരു ഷെയ്ഡാണ്. നമ്മൾ കോട്ടൺ ചെക്കോട്ടയിലെ ഒണിയൻ പിങ്ക് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഷെയ്ഡ് അറിയപ്പെടുന്നത്. ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ കയ്യിൽ അതുപോലെ ബ്ലൗസ് എല്ലാ ഷെയ്ഡ്സിൻ്റെ അവൈലബിൾ അല്ല, ചില ഷെയ്ഡ്സ് മാത്രമേ ബ്ലൗസ് അവൈലബിൾ ഉള്ളൂ. അപ്പം നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറയാം ഏത് കളർ നിങ്ങൾ ചോദിക്കുന്ന ഷെയ്ഡ്സിന് ബ്ലൗസ് അവൈലബിൾ ആണോ എന്നുള്ളത്. ഇതാണ് വൈറ്റ് ഷെയ്ഡ്. വൈറ്റും ഓഫ് വൈറ്റും ഉണ്ട്, രണ്ടും അവൈലബിൾ ആയിട്ടുണ്ട്. വീഡിയോയിൽ വെച്ചാൽ നമ്മൾ വീഡിയോയുടെ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഇഷ്യൂസ് കൊണ്ട് വൈറ്റ് നമുക്കിപ്പോൾ വരുന്നത് ഒരു ചെറിയ മിൽക്കി വൈറ്റ് ആണ്. ഇത് ഓഫ് വൈറ്റും വൈറ്റും ഒരുമിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ഈ വൈറ്റ് കറക്റ്റ് വൈറ്റ് ആണെന്നും മനസ്സിലാവുന്നത്. വൈറ്റ് മാത്രമായിട്ട് വാങ്ങിക്കുമ്പോൾ കുറേ കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഇത് കിട്ടിയത് ഓഫ് വൈറ്റ് ആണല്ലോ എന്ന്. ശരിക്കും ഒരു ചെറിയൊരു ക്രീമിഷ് ആയിട്ടുള്ള മിൽക്കി വൈറ്റ് ഷെയ്ഡാണ് വൈറ്റിലും വരുന്നത്. ഓഫ് വൈറ്റ് ശരിക്കും ആ ഒരു നല്ലതായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഷെയ്ഡ് വരുന്നത് പോലെയാണ് ഓഫ് വൈറ്റ് വരുന്നത്. രണ്ട് ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ്. ഓഫ് വൈറ്റ് നമുക്ക് കുറച്ച് നാളായിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുമായിരുന്നു. അതുപോലെ നമ്മുടെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ്, ബ്ലാക്ക് ചെക്കോട്ട നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറോളം ആയെന്ന് തോന്നുന്നു ബ്ലാക്ക് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ട്, അല്ലെങ്കിൽ മോർ ദാൻ 6 മന്ത്സ് എന്താണെങ്കിലും ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഷെയ്ഡ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് എപ്പോഴാണ് വരുന്നത്, ബ്ലാക്ക് വന്നോ എന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാരെ നമ്മൾ പേഴ്സണലി തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സാരിൻ്റെ സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ സ്റ്റാറ്റസിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ വീഡിയോയിലും അപ്ഡേറ്റ് ചെയ്യുവാണ്. അപ്പം ബ്ലാക്ക് സാരി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു പുതിയ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ്. കോട്ടൺ ചിക്കോട്ടയിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. നേവി ബ്ലൂ ഷെയ്ഡ് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. നമുക്ക് റെഗുലർ വെയർ ആയിട്ട്, അത് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈമായിട്ട് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ നമുക്ക് ഒണിയൻ പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിരുന്ന ഒരു ഷെയ്ഡ് തന്നെ ഇത്. നമുക്ക് ശരിക്കും നേരത്തെ നമുക്ക് ഈ ഒരു നേരത്തെ നല്ല നമുക്ക് ഇപ്പോഴും ഇതിന് കുറച്ച് പീസസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. ചോക്ലേറ്റ് ഷെയ്ഡിന്റെ അതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് ആണ്, ഒരു പിങ്കിന്റെ ഒരു ടെക്സ്ചറോട് കൂടി, അതായത് നമുക്ക് ഒണിയൻ പിങ്ക് എന്ന് പറയാവുന്ന പോലത്തെ എക്സാക്ട് ആയിട്ടുള്ള ഒണിയൻ പിങ്ക്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മജന്ത ഷെയ്ഡ് അല്ല, എക്സാക്ട് ആയിട്ട് നമുക്ക് പറയാവുന്ന ആ ഒരു ഒണിയൻ ഷെയ്ഡ് വരുന്നത് പോലത്തെ ഒരു മൂവാ ഷെയ്ഡ് എന്നൊക്കെ വേണേൽ പറയാവുന്ന ആ ഒരു ഷെയ്ഡാണ്. ഇത് ശരിക്കും ഒരു ചോക്ലേറ്റ്, ഒരു ബ്രൗൺ ടിൻ്റ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതിനുള്ളത്. ഇപ്പം അതിനൊരു പിങ്കിൻ്റെ ആണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സാരി നമ്മുടെ ഇനി കുറച്ച് പീസസ് കൂടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്, ഈ ഒരു ഒണിയൻ ഷെയ്ഡ്. ഫോട്ടോയിൽ കാണിക്കുമ്പോൾ ഒത്തിരി പേര് ഈ ഷെയ്ഡ് ഒണിയൻ പിങ്ക് ആണോ എന്ന് ചോദിക്കാറുണ്ട്, കാരണം ഫോട്ടോയിൽ നമുക്ക് അത് അങ്ങനെ തോന്നാറുണ്ട്. ഇത് നമുക്ക് ഒണിയൻ പിങ്ക് എക്സാക്ട്ലി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, ലൈം ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന പിസ്ത ഗ്രീൻ എന്നറിയപ്പെടുന്ന കോട്ടൺ ചെക്കോട്ടയിലെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. ഇത് നമുക്കിപ്പോൾ ക്രിസ്മസ് സീസൺ ഒക്കെ ആയതുകൊണ്ട് ഗ്രീൻ, റെഡ്, ഓഫ് വൈറ്റ്, വൈറ്റ് ഒക്കെ ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്. അപ്പോൾ ഈ ഗ്രീൻ ഒത്തിരി എൻക്വയറീസ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഗ്രീൻ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് എപ്പോഴും വരാറുള്ള ഒരു ആഷ് ഷെയ്ഡ്, ഗ്രേ ആഷ് ഷെയ്ഡ് വരുന്നത്. ഇത് നമുക്ക് ഒത്തിരി എൻക്വയറീസ് ഉള്ള, നമുക്ക് റെഗുലർ വെയറിൽ പോകുന്ന കളേഴ്സ് ഇതൊക്കെ. എപ്പോഴും നമുക്കൊരു സീസണൽ അല്ല, എപ്പോഴും ഡിമാൻഡിങ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ. അതുപോലെ ഈ ഗ്രീൻ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഗ്രീനിന്റെ ഷെയ്ഡ്സ് ഒക്കെ ഇപ്പം നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഈ ഗ്രീൻ നമുക്കിപ്പോൾ ഉണ്ട്. ഇത് ചെറുപയർ വച്ച എന്നൊക്കെ പറയുന്ന ഒരു ഗ്രീൻ ആണ്. ഗ്രീനിന്റെ ഇപ്പം ഈ ഷെയ്ഡും പിസ്ത ഗ്രീനും മാത്രമേ ഗ്രീനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നേരത്തെ ഒരു 3-4 വേറെ ഗ്രീൻസ് അവൈലബിൾ ആയിരുന്നു. ഇപ്പം നമുക്ക് ഈ 2 ഷെയ്ഡ്സ് മാത്രമേ ഗ്രീനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഒരു ഷെയ്ഡാണ് ലാവൻഡർ ഷെയ്ഡ്. ഇതിന്റെ എല്ലാം പ്രൈസ് വരുന്ന 575 ആണ്. ഓൾറെഡി നമ്മൾ എല്ലാ വീഡിയോസിലും പ്രൈസും ഡീറ്റെയിൽസും പറയുന്നതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് പറയാത്തത്. നെക്സ്റ്റ് നമ്മുടെ അക്വാ ബ്ലൂ ഷെയ്ഡ്. അക്വാ ബ്ലൂ നമുക്ക് നേരത്തെ നമുക്ക് വന്നുകൊണ്ടിരുന്ന അക്വാ ബ്ലൂവിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു അക്വാ ബ്ലൂ ആണ് ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്കൈ ബ്ലൂ നേരെ തിരിച്ചാണ്. നമുക്ക് സ്കൈ ബ്ലൂ ഇച്ചിരി ലൈറ്റ് ആയിട്ടായിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് വരുന്നത്. കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ് ഉള്ള ടൈപ്പ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്,
ഇതും കുറച്ചും കൂടെ ഒരു വയലറ്റ് മിക്സ് വരുന്നത് പോലത്തെ ഒരു ബ്ലൂ ആണ്. പൗഡർ ബ്ലൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലൈറ്റർ ഷെയ്ഡ് ബ്ലൂ ആണ്. പക്ഷെ നമ്മൾ കോട്ടൺ ചെക്കോട്ടയിൽ ഈ ഷെയ്ഡിനെ പൗഡർ ബ്ലൂ എന്ന് അറിയപ്പെടുന്നത്. ഇതൊരു ശരിക്കും ഒരു വയലറ്റ് മിക്സ് ആയിട്ടുള്ളൊരു ഡാർക്ക് ബ്ലൂ എന്ന് തന്നെ നമുക്ക് പറയാം ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മുടെ ടൊമാറ്റോ പിങ്ക് കളർ. പിങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ഷെയ്ഡ്സ് ഉണ്ട്. അതിലൊരു കൺഫ്യൂഷൻ. ഓണിയൻ പിങ്ക് ഞാൻ ഓൾറെഡി കാണിച്ചു. ഇത് ടൊമാറ്റോ പിങ്കും ഇത് ബേബി പിങ്കും ആണ്. ഇത് ഈ പറഞ്ഞ പോലെ ഇത് ഇച്ചിരി ഡാർക്കർ ഷെയ്ഡാണ്, ഇത് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്. ഡാർക്കർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുളമയുള്ള ഷെയ്ഡ് എന്നല്ല. ഈ ബേബി പിങ്കർ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ടൊമാറ്റോ പിങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു പീച്ചിഷ് പിങ്ക് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ഷെയ്ഡ് ഈ ടൊമാറ്റോ പിങ്ക് എന്ന് പറയുന്നത്. നമുക്ക് കോട്ടൺ സിൽക്കി കോട്ടായാലും മിക്കവാറും അവൈലബിൾ ആവാറുള്ള ഒരു ഷെയ്ഡായിരുന്നു. ഇപ്പൊ കറന്റ് സ്റ്റോക്ക് ഔട്ട് ആണ്. ഈ ഒരു ഷെയ്ഡ്സ് രണ്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡാർക്ക് പീച്ച് എന്നും ക്യാരറ്റ് പീച്ച് എന്നും ഒക്കെ പറയുന്ന ഷെയ്ഡാണ്. പക്ഷെ നമ്മൾ സിൽക്കി കോട്ടയിൽ പറയുന്ന ക്യാരറ്റ് പീച്ച് അല്ല ഇത്, അതിനേക്കാളും ലൈറ്റർ ഷെയ്ഡാണ്. നേരത്തെ ഇതിന് ഡാർക്കർ ആയിട്ടുള്ള ഒരു പീച്ച് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു ഡാർക്ക് പീച്ച് മാത്രമേ ഉള്ളൂ. അതുപോലെ നേരത്തെ നമുക്ക് ലൈറ്റ് പീച്ച് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ലൈറ്റ് പീച്ച് വരാറില്ല. അതുപോലെ ചിക്കു അവൈലബിൾ ആയിരുന്നു, ചിക്കു ഇപ്പൊ വരാറില്ല. ഇപ്പൊ ഇത് ചിക്കുവിന്റെയും ലൈറ്റ് പീച്ചിന്റെ ഒരു മിക്സ് വരുന്നത് പോലെ ഒരു സാൻഡൽ ഷെയ്ഡാണ് നമുക്കിപ്പോൾ വരുന്നത്. ലൈറ്റ് പീച്ച് ഒന്നും എക്സാക്ട്ലി നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ലൈറ്റ് പീച്ചും ചിക്കുവും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു സാൻഡൽ കളർ നമുക്ക് പറയാവുന്ന ഒരു ഷെയ്ഡാണ്. ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ലെമണല്ലോ ഷെയ്ഡാണ്. ലെമണല്ലോ ഷെയ്ഡ് നമുക്ക് വീഡിയോയിൽ എക്സാക്ട്ലി ആയിരിക്കില്ല കാണുന്നത്. കാരണം എല്ലാവർക്കും അറിയത്തില്ല, വെട്ടം അടിക്കുമ്പോഴത്തേക്കും ഇതിനെ ഒരു വൈറ്റ് ആയിട്ടും ഓഫ് വൈറ്റ് ആയിട്ടും ഒക്കെ തോന്നുന്ന ഷെയ്ഡാണ്. ശരിക്കും പെയിൽ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ്. ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഷെയ്ഡാണ് കോട്ടൺ ചെക്കോട്ടയിലെ ലെമണല്ലോ. ഒത്തിരി എല്ലാവർക്കും അറിയാവുന്ന എപ്പോഴും വരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്, എപ്പോഴും ഡിമാൻഡും ഉള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കറന്റ്ലി കോട്ടൺ ചെക്കോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്. ഇനി നമുക്ക് സിൽക്കി കോട്ടായാലും ഫ്യൂ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. സിൽക്കി കോട്ടായിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ബ്ലൗസസ് അവൈലബിൾ ആവത്തേ ഇല്ല. മറ്റേതിൽ നമുക്ക് ചില ഷെയ്ഡ്സിൽ ബ്ലൗസസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് 5.5 മീറ്റർ സാരി ആയിട്ട് മാത്രമേ വരത്തുള്ളൂ. അതുപോലെ സിൽക്കി കോട്ടയുടെ റേറ്റ് വരുന്നത് 585 ആണ്. നമ്മൾ കോട്ടൺ ചെക്കോട്ട 575 ആണ്. ഇത് 585 ആണ് റേറ്റ് വരുന്നത്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ബേബി പിങ്ക് ഷെയ്ഡാണ്. നെക്സ്റ്റ് ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ്. ഓഫ് വൈറ്റ് അല്ല, വൈറ്റ് ആ ശരിക്കും. ഇത് നമ്മൾ മറ്റേ കോട്ടൺ ചെക്കോട്ടയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിനെ നമുക്ക് മിൽക്കി വൈറ്റ് എന്നോ അല്ലെങ്കിൽ ഒരു ക്രീമിഷ് വൈറ്റ് എന്നോ വിളിക്കാം. പ്യുവർ വൈറ്റ് അല്ല. ഞാനൊരു പ്യുവർ വൈറ്റ് സാരിയായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കാണിക്കാം. ഇത് ഓർഗൻഡി മെറ്റീരിയൽ വൈറ്റ് ആണ്. ഇത് പ്യുവർ വൈറ്റ് ആണ്. അതിൽ സിൽക്കി കോട്ടയിൽ വരുമ്പോഴത്തേനും ഇത് ഒരു ക്രീമിഷ് വൈറ്റ് ആണ്. നമുക്ക് വീഡിയോയിൽ അത് എത്രമാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് നമുക്ക് സിൽക്കി കോട്ടയിൽ വരുമ്പോഴത്തേനും ഈ വൈറ്റ് ഒരു ക്രീമിഷ് ആയിട്ടുള്ള വൈറ്റ് ആയിട്ട് വരുന്നത്. ഇതിനാണ് നമ്മൾ മിൽക്കി വൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കോട്ടൺ ഫാബ്രിക്കിലൊക്കെ വരുന്നത് പോലെ, അതുപോലെ ചന്തേരി സിൽക്ക് ഫാബ്രിക്കിലൊക്കെ വരുമ്പോഴത്തേനും ഈ ഒരു വൈറ്റ് എന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് ആയിട്ട്, നമുക്ക് കോട്ടൺ മെറ്റീരിയൽ ഓർഗൻഡി മെറ്റീരിയൽ ഒക്കെ വരുന്നത് പോലെ പ്യുവർ വൈറ്റ് ആയിട്ട് വരത്തില്ല. ഇത് നമുക്ക് സിൽക്കി കോട്ടയിലും മിക്കവാറും ഒക്കെ വരുമ്പോഴത്തേനും ഇതുപോലെ മിൽക്കി വൈറ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ കോട്ടൺ ചെക്കോട്ടയിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു പ്യുവർ വൈറ്റ്. പക്ഷെ കോട്ടൺ ചെക്കോട്ടയിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ക്രീമിഷ് ആയിട്ടുള്ള വൈറ്റ്. ഇത് ഈ വീഡിയോയിൽ അത്രമാത്രം ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഓർഗൻഡിയിലെ വൈറ്റും ഈ ഒരു കോട്ടൺ ചെക്കോട്ടയിലെ വൈറ്റൂടെ, സിൽക്കി കോട്ടയിലെ വൈറ്റൂടെ കാണുമ്പോൾ ഇത് നമുക്ക് ഓഫ് വൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും വൈറ്റ് ഷെയ്ഡ്സ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ബ്ലാക്ക് ഷെയ്ഡ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സിൽക്കി കോട്ടയിൽ ഇപ്പൊ ലെമണല്ലോ ഷെയ്ഡ് അവൈലബിൾ ആയിട്ട്, നമുക്ക് നേരത്തെ ഇല്ലാഞ്ഞൊരു ഷെയ്ഡാണ്. പക്ഷെ ഇത് ലാസ്റ്റ് ഒരു 2 months ആയിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ലെമണല്ലോ റെഗുലർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ മൂവ് ഔട്ട് ആവുന്ന ഷെയ്ഡാട്ടോ, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോവുകയും ചെയ്തൊരു ഷെയ്ഡ് ലെമണല്ലോ. പിന്നെ ഈ ഒരു ഗ്രീൻ നമുക്ക് നേരത്തെ തൊട്ടേ ഉള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതൊരു ബേജ് ചിക്കു എന്നൊക്കെ, ഡാർക്ക് ചിക്കു ഷെയ്ഡാണ്. ബേജിനേക്കാളും ഒക്കെ ഡാർക്ക് ആയിട്ട് വരുന്നത് ഡാർക്ക് ചിക്കു ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡ് വരുന്ന ഒരു ഷെയ്ഡാണ്. അതുപോലെ ഇതൊരു ഗ്രേയിഷ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഒരു ഗ്രേ ബ്ലാക്ക് മിക്സ് വരുന്ന പോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത്രയും ഷെയ്ഡ്സ്. ഇതിന്റെ ഡബിൾ ഷെയ്ഡ് എന്ന് പറയട്ടെ. ഇതിന്റെ ബോർഡർ വരുമ്പോഴത്തേനും ബ്ലാക്ക് ഷെയ്ഡിലായിരിക്കും ബോർഡർ വരുന്നുണ്ടോ. ബോർഡർ വരുമ്പോഴത്തേനും ഈ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത് പോലെ ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേൺ. ഇത്രയും സാരീസാണ് നമുക്ക് ഇപ്പം പ്ലെയിൻ സാരീസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാരെ ഓർഗൻഡി സാരീസ് നമുക്ക് അവൈലബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഓർഗൻഡി സാരീസ് നമ്മൾ ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നില്ല. പക്ഷെ നമുക്ക് ഈ കസ്റ്റമൈസേഷൻ ഒക്കെ ഓർഗൻഡി ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓർഡർ അനുസരിച്ച് എടുക്കും. ഇപ്പം നിങ്ങൾക്ക് ഒരു പിങ്ക് ഓർഗൻഡി സാരി വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് എടുത്തു കൊടുക്കും. നമ്മുടെ കയ്യിൽ ഇല്ല, പക്ഷെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ നിങ്ങൾ പിക്ക് ചെയ്യുവാണെങ്കിൽ ആ കളർ നമുക്ക് എടുത്തു തരാനായിട്ട് പറ്റും. ഒരു 5 to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്നത് പോലെ
എടുത്തുതരാൻ പറ്റും. ഓർഗൻഡി 2 റേറ്റിലുണ്ട്. ഒന്നൊരു 900 സംതിങ് റേറ്റിൽ വരുന്ന ഒരു ഓർഗൻഡി ഉണ്ട്, അതുപോലെ പെർ മീറ്ററിന് റേറ്റ് വരുന്ന ഓർഗൻഡി ഉണ്ട്. പെർ മീറ്റർ വരുമ്പോഴത്തേനും നമുക്ക് 220 പെർ മീറ്ററിന് റേറ്റ് വരുന്ന പോലത്തെ ഓർഗൻഡി ഉണ്ട്. ഓർഗൻഡിക്ക് ഇപ്പൊ ഇച്ചിരി പ്രൈസ് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വേഗമായിട്ടൊരു പ്രൈസ് പറഞ്ഞത്. അപ്പൊ ഇത്രയും പ്ലെയിൻ സാരീസ് നമുക്കുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സബ്സ്ക്രൈബർ കളക്ഷൻസ് വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് ക്രിസ്മസ് പ്രമാണിച്ച് നമുക്കിനി അടുപ്പിച്ച് മിക്കവാറും എല്ലാ ദിവസവും എന്നുള്ള പോലെ വീഡിയോസ് വരാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ വർക്കുകളുടെ ഒക്കെ തിരക്കൊണ്ട് അത് പ്രാക്ടിക്കലി പോസിബിൾ ആവുമെന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ മാക്സിമം റെഗുലർ ആയിട്ട് ഒരു 1 വീക്കിലേക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.